എന്താ നിനക്ക് പ്രശ്നം? ഞാൻ എത്ര പ്രാവശ്യം ഫോൺ ചെയ്തു, എന്താ നീ ഫോൺ എടുക്കാതിരുന്നത്? ഞാൻ സബ്മിറ്റ് ചെയ്ത പ്രോജക്റ്റ് അംഗീകരിച്ച് ഞാൻ വിജയിച്ചു വന്നപ്പോ ആ സന്തോഷം പങ്കുവെക്കാനിരുന്നത് നിന്നോടാണ്. നിന്റെ മുഖഭാവം കണ്ട് പക്ഷേ ഞാൻ വിഷമിച്ചു പോയി. ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയുണ്ട്. അതൊരു പക്ഷെ താലി കെട്ടിയ ഭാര്യയാവാം, അമ്മയാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ത്രീയാവാം. വിജയിച്ചു വന്ന ഞാൻ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് പരാജിതനായിട്ടാണ്. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അത് നീയാണ്. നിന്റെ ആറ്റിറ്റ്യൂഡാണ്. നിനക്കറിയില്ല, ഞാൻ അവതരിപ്പിച്ച IT പ്രോജക്റ്റ് ആദ്യം പരാജയമായിരുന്നു. മനസ്സിലുള്ളത് പുറത്ത് അവതരിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ. അവരുടെ ഔദാര്യം കൊണ്ട് മാത്രമാണ് അവരെനിക്ക് സമയം നീട്ടി തന്നത്. അപ്പോഴും എന്റെ മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ചു നിർത്താൻ ഞാൻ നിന്റെ ഫോൺ വിളിച്ചുകൊണ്ടേയിരുന്നു. അബദ്ധവശാലോ എന്തോ ഒരു പ്രാവശ്യം നീ ഒന്ന് ഫോൺ എടുത്തു. അതെ കല്യാണി, നീ അപ്പോഴാ ഫോൺ എടുത്തതുകൊണ്ട് എനിക്ക് അവരുടെ മുന്നിൽ എന്റെ മനസ്സിലുള്ള പ്രോജക്റ്റ് അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ പറ്റിയത്. ദേ കണ്ടില്ലേ ആ പ്രോജക്റ്റ്? കല്യാണി, ഈ ഫയൽ ഞാൻ അമ്മയുടെ കയ്യിൽ പോലും കൊടുക്കാതിരുന്നത് ആദ്യമായിട്ട് നിന്റെ കയ്യിൽ തരണമെന്നുള്ളതുകൊണ്ടാണ്. എന്താ കല്യാണി ഇത്? ഇനി ഇങ്ങനൊന്നും വേണ്ട വല്ലുകുഞ്ഞെ. ഞാനതൊക്കെ മറക്കാൻ ശ്രമിക്കുക. നമ്മൾ തമ്മില് ഒരിക്കലും ഒരുമിക്കില്ല, ഒരുമിക്കാൻ കഴിയില്ല. അത് വളരെ വൈകിയാണെങ്കിലും എനിക്ക് മനസ്സിലായി. ഹൃദയം കീറി മുറിക്കുന്ന വാക്കുകളൊന്നും പറയരുത് കല്യാണി. എന്താ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എന്താ ഇവിടെ നടന്നത്? വല്യുവിനെ ഞാൻ സ്നേഹിച്ചു പോയതിന്റെ പേരിൽ മാഡം എന്നെ ഇപ്പൊ വെറുക്കുക, എന്നെ അപമാനിക്കുക. പാവപ്പെട്ട എന്റെ അച്ഛനെ കള്ളനായിട്ട് വരെ മുദ്ര കുത്തി. ഇനി ഈ അപമാനം എനിക്ക് സഹിക്കാൻ പറ്റില്ല വല്യുവിനെ. കല്യാണി, ഒരിക്കലും ശരിയാവാത്ത ഒന്നിനു വേണ്ടി എന്തിനാ വല്യുവിനെ വെറുതെ? നമുക്ക് പിരിയാം. കല്യാണി, ഗംഗേ, നീ ഇതെവിടെ പോയിരുന്നു? ആരെ ഫോൺ ചെയ്തേ? അമ്മ വിളിച്ചോണ്ടിരിക്കായിരുന്നു. എന്താ ആന്റി? ആനന്ദിന്റെ കാര്യങ്ങൾ നോക്കണമെന്ന് നിന്നെ ഞാൻ ചുമതലപ്പെടുത്തിയതല്ലേ? നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആനന്ദ് കല്യാണിയെ കൊണ്ട് പുതിനട്ടി ഉണ്ടാക്കിപ്പിച്ചിരിക്കുക. അയ്യോ സോറി ആന്റി. മറക്കാന്ന് നീ അങ്ങ് പറഞ്ഞാ മതിയോ? എങ്ങനെ മറക്കാൻ പറ്റും? രണ്ട് ശരീരങ്ങളാണെങ്കിലും ഒരു മനസ്സായിട്ടാണ് നമ്മൾ കഴിഞ്ഞത്. നമ്മുടെ കല്യാണം വരെ കഴിഞ്ഞ കാര്യം നീ മറക്കരുത്.
നിനക്ക് കഴിയോ മറക്കാൻ? മറക്കണം. മറന്നേ പറ്റൂ. മറന്നേ പറ്റൂ. നീ എത്ര നിസ്സാരമായിട്ട് അത് പറഞ്ഞത് കല്യാണി. മുന്നിലുള്ള വഴികളൊക്കെ അടയുമ്പോ എനിക്ക് മാത്രമല്ല വല്യുഞ്ഞിനും പറ്റും. അത് പറ്റണം. പറ്റണം. പറ്റണം പോലും. ആ പുതിന ടീമായി കല്യാണി അവന്റെ റൂമിലേക്ക് പോയിരിക്കുക. ഗംഗ മുകളിലേക്ക് ചെന്ന് ആനന്ദിനെ കൂട്ടിക്കൊണ്ടുവരൂ. ഞാൻ വിളിക്കുന്നു എന്ന് പറയും. ചെല്ല്. ആ ശരി ആന്റി. കല്യാണി, നിനക്കെന്താ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടോ? പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറയുന്നത് നീ പിന്നെയും തെളിയിച്ചു അല്ലേ കല്യാണി? നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലി കിടക്കുന്നു എന്നുള്ള കാര്യം വരെ നീ മറന്നു. ആനന്ദ്, അഖിലാന്റി വിളിക്കുന്നു. അങ്ങോട്ട് വരാൻ പറഞ്ഞു. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ മുറിയിലേക്ക് കയറി വരുമ്പോ മാനേഴ്സ് കാണിക്കണമെന്ന്. നീ എന്താ ഈ കഥവ് തട്ടാതെ വന്നത്? അത് പിന്നെ ആനന്ദിനെ അഖിലാന്റി പെട്ടെന്ന് വിളിച്ചോണ്ട് ചെല്ലണോന്ന് പറഞ്ഞപ്പോ. നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം. അല്ല, ആനന്ദിനെ കൈയോടെ കൂട്ടിക്കൊണ്ട് ചെല്ലണോന്നാ പറഞ്ഞത്. ഞാൻ വന്നോളാന്ന് പറഞ്ഞില്ലേ? നീ പോ. നിക്ക്. ആ വാതിൽ കൂടി അടച്ചിട്ട് പോ. വല്യുഞ്ഞിന് എന്ത് വേണമെങ്കിലും പറയാം. എനിക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ അർഹതയില്ലാത്ത കൂട്ടിച്ചേർക്കല വല്യുഞ്ഞ് താലിയിലൂടെ എന്റെ കഴുത്തിൽ അണിയിച്ചത്. അതുമാത്രം മതി എനിക്ക്. ആ താലിയും മനസ്സ് നിറയെ വല്യുഞ്ഞ് സമ്മാനിച്ച നല്ല ഓർമ്മകളുമായി ഞാൻ ഈ ആയുസ് ജീവിച്ചു തീർത്തോളാം. ഗംഗേ, ചേച്ചി പറഞ്ഞിട്ട് ആനന്ദിനെ വിളിക്കാൻ പോയതല്ലേ? എന്നിട്ട് ആനന്ദ് എവിടെ? വരാന്ന് പറഞ്ഞു. എന്താ ഗംഗ ഇത്? ആനന്ദിനെ കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അത് ചെയ്യാതെ നീ തനിയെ ഇങ്ങി പോന്നോ? എന്തിതൊക്കെ? ഞാൻ എന്ത് ചെയ്യാൻ ആന്റി? ആനന്ദ് എന്നെ മുറി പോലും നിർത്താതെ ദേഷ്യപ്പെട്ട് ഇറക്കി വിടുകയായിരുന്നു. വാതിൽ അടച്ചോളാനും പറഞ്ഞു. ആനന്ദ് നിന്നെ റൂമിൽ നിന്ന് ഇറക്കി വിട്ടെന്നോ? നീ സംസാരിച്ചു തീർന്നോ? എങ്കിൽ എനിക്ക് പറയാനുള്ളത് കേൾക്ക്. ഇനി ഈ ലോകം ഇടിഞ്ഞു വീണാലും ശരി, എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരുമിച്ച് ജീവിച്ചു തീർക്കാനാ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഞാനിപ്പോഴും ആ തീരുമാനത്തിൽ തന്നെ. തീരുമാനിച്ചുറപ്പിച്ച കാര്യം മാറ്റി ശീലമില്ല തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണന്. ശരി, ഞാൻ പോയി അവനെ വിളിച്ചിട്ട് വരാം.
നീ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വെറുതെ മനസ്സിനെ കുഴപ്പിക്കാൻ നിൽക്കണ്ട. പോകാൻ വേണ്ടി തന്നെയാ ഞാൻ ഗംഗയോട് ആ ചോദ്യം ചോദിച്ചതും മറുപടി പറയിപ്പിച്ചതും. ചെന്ന് കാണ് മകന്റെ പ്രേമനാടകം. എന്റെ മനസ്സിന് കുഴപ്പമൊന്നുമില്ല വല്യുവിനെ. നല്ല ബോധത്തോടുകൂടി തന്നെയാ ഞാൻ പറയുന്നത്. ഞാൻ വല്യുവിന് ഒരു തരത്തിലും യോജിച്ച പെണ്ണല്ല. അഖില മേഡത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും ചേർന്ന മരുമകളുമല്ല. ഈ തിരിച്ചറിവുണ്ടാവാൻ ഒരുപാട് വൈകിപ്പോയി. അതുകൊണ്ട് നമുക്ക് പിരിയാം. ആനന്ദ്, നീ എന്തിനാ കല്യാണി അടിച്ചത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ കല്യാണി അടിച്ചതെന്ന്? അത് ഈ പുതിനാറ്റി വായിൽ വെച്ചപ്പോ കഴിക്കുന്നു. ഇങ്ങനെയാണോ ടീ ഇട്ടോണ്ട് വരുന്നത്? ഇതുകൊണ്ട് കളഞ്ഞിട്ട് വേറെ പുതിനാറ്റി ഇട്ടോണ്ട് വരാൻ പറഞ്ഞപ്പോ അത് പറ്റില്ല എന്നും പറഞ്ഞ് സ്വയം ന്യായീകരിച്ച് സംസാരിക്കുകയാണ്. അത് പെട്ടെന്ന് ടെൻഷനായി പോയത്. നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ കല്യാണി. ആനന്ദിനെ ടെൻഷൻ എടുപ്പിക്കുന്ന ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്തു പറ്റി നിനക്ക്? തെറ്റു കാണിച്ചാൽ ആനന്ദിനുടനെ ദേഷ്യം വരുമെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ആനന്ദ്, എത്ര ദേഷ്യം വന്നു എന്ന് പറഞ്ഞാലും നീ കല്യാണിയെ അടിക്കാൻ പാടില്ലായിരുന്നു. പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ അച്ഛനോ അല്ലെങ്കിൽ താലി കെട്ടിയ പുരുഷനോ മാത്രമേ ശിക്ഷിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരാണും കൈനീട്ടി അടിക്കാൻ പാടില്ല. നീ ചെയ്ത തെറ്റാണ്. നീ ചെയ്ത തെറ്റിന് കല്യാണിയോട് ക്ഷമ ചോദിക്കണം. അയ്യോ, അങ്ങനെയൊന്നും വേണ്ട മാഡം. വല്യുഞ്ഞ് എന്നോട് ക്ഷമ ചോദിക്കാൻ പാടില്ല. കല്യാണി നിക്ക്. ആനന്ദ് നിന്നെ അടിച്ചത് തെറ്റാ. അതിന് ആനന്ദ് നിന്നോട് ക്ഷമ ചോദിച്ചേ മതിയാവൂ. ആനന്ദ്, കല്യാണിയോട് മാപ്പ് ചോദിക്കേ. ചോദിക്കാൻ. സോറി കല്യാണി, പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ. സാരമില്ല വല്യുഞ്ഞെ. ഞാൻ നിന്നെ താഴേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ വന്നത്. വാ, താഴെ പോവാം. അമ്മ പൊയ്ക്കോ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം.
ചേച്ചി വിഷമിക്കണ്ട. ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിയ ചേച്ചിയുടെ ഭർത്താവല്ലേ വല്ലുവിഞ്ഞ. ചേച്ചി ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. ചേച്ചിയെ വല്ലുവിഞ്ഞ് എത്രയേറെ സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? ചേച്ചിയുടെ ഭാഗത്ത് തന്നെ ആ തെറ്റ്. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഞാൻ കല്യാണിയെ തല്ലിയത്. അവൾക്ക് എന്നോട് അങ്ങനെ പറയാൻ എങ്ങനെയാ തോന്നിയത്? ബ്രോ, കല്യാണിയുടെ സാഹചര്യം അങ്ങനെയല്ലേ ബ്രോ? ഒരു വശത്ത് ദാസേട്ടൻ, മറുവശത്ത് നമ്മുടെ അമ്മ. എങ്ങനെ പിടിച്ചേക്കാൻ പറ്റുക? ഒരു പാവം പെൺകുട്ടിയല്ലേ കല്യാണി. എന്തായാലും എന്റെ ബ്രോ സമാധാനമായിട്ടിരിക്കും. തല്ലിയനൊന്നും കല്യാണിക്ക് സങ്കടം ഉണ്ടാവില്ല. തല്ലിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ കല്യാണിക്ക് സങ്കടമായി പോയത്. എന്തായാലും എനിക്ക് അവളെ ഒന്ന് കാണണം. ബ്രോ, ഈ രാത്രിയിൽ അത് വേണ്ട. ദാസേട്ടൻ അവിടെ ഉണ്ടാവും. ദേഷ്യം കൊണ്ട് ഇനി ദാസേട്ടൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതും കൂടി അനുഭവിക്കുന്ന കല്യാണിയായിരിക്കും. അതുകൊണ്ട് തൽക്കാലം ഇപ്പം അങ്ങോട്ട് പോകണ്ട. നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ വാ, ഇങ്ങനെ ഓരോന്നാലോചിച്ച് വിഷമിച്ച് നിന്നോളൂ. ഇനി വലിയ കുഞ്ഞിനോട് അങ്ങനെയൊന്നും പെരുമാറില്ലേ ചേച്ചി? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കിതേ ഒരു വഴിയുള്ളൂ. ഇനി എന്തൊക്കെയായാലും നിങ്ങൾ തമ്മിൽ ചേരണമെന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനം. അതിനി ആര് വിചാരിച്ചാലും മാറ്റാൻ കഴിയില്ല. ഇതിനിടയിൽ അച്ഛൻ പറയുന്ന കേട്ട് ചേച്ചി വെറുതെ വലിയ വഴക്കൊന്നും ഇടാൻ പോണ്ട. ചേച്ചി, അച്ഛൻ ഇങ്ങനെയുള്ള മനസ്സിലിപ്പായിട്ടാണ് ചേച്ചിയുടെയും അനിയന്റെയും കാത്തിരിപ്പ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നെ ഒരു കോമാളിയാക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ കൂട്ടത്തോടെ തീയിട്ട് ചുടിഞ്ഞാൻ പറഞ്ഞേക്കാം. പോയിന്റെ മുമ്പ് രണ്ടെണ്ണം